ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുന്നുണ്ട്. ഇബ്രാഹിം ഖലീലുല്ലാ, മൂസ കലീമുല്ലാ, ഈസാ റൂഹുല്ലാ, ആദം സഫിയുല്ലാ, ലാ ഫഖ്റ അന ഹബീബുല്ലാ, ലാ ഫഖ്റ അന ഹബീബുല്ലാ. മൂസാ നബി അല്ലാഹുവിന്റെ കലീമാണെങ്കിൽ, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റൂഹാണെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഖലീലാണെങ്കിൽ, സ്വഹാബ നിങ്ങൾ മനസ്സിലാക്കണം, അന ഹബീബുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാകുന്നു, ലാ ഫഖ്റ, ഞാൻ ഇത് ഫഖ്ർ പറയുകയല്ല, അന സയ്യിദു വൽദി ആദം, മനുഷ്യ സന്തതികളുടെ മുഴുവനും സയ്യിദ് ഞാനാകുന്നു. എന്താണ് ഖലീലുല്ലാഹി, ഖലീൽ എന്ന പദവിയും ഹബീബ് എന്ന പദവിയും തമ്മിൽ എന്താണ് വ്യത്യാസം? നാം മനസ്സിലാക്കണം. ഖലീൽ എന്ന് പറഞ്ഞാൽ ഉറ്റ സ്നേഹിതൻ, ഉറ്റ തോഴൻ എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെയും മേലെയാണ് ഉറ്റ തോഴനും ഉറ്റ സ്നേഹഭാജനവുമായൊക്കെ ഉറ്റ കൂട്ടുകാരനൊക്കെ ആയിട്ടുണ്ട് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ കൂട്ടുകാരൻ ഖലീലുല്ലാഹി ആയിട്ടുണ്ട്, പക്ഷേ ഹബീബുല്ലാഹി ആയിട്ടില്ല. ഹബീബുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രണയഭാജനം. ഹബീബിന് വാക്കുകൾ കൊണ്ട് അർത്ഥം പറയാൻ സാധ്യമല്ല. ഹബീബിന്റെ പര്യായ പദം, ഹബീബിന്റെ